ഒരു മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അടിപൊളി ടേസ്റ്റാണ്, അതുപോലെ ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 3 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടി പോരുതേ, ഒരു നുള്ളു മതി. പിന്നെ നമുക്ക് 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 2 ടേബിൾ സ്പൂണ് ഓയിലും ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബ്രെഡ് മുഴുവനായിട്ടും നമുക്ക് ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി വേണ്ടത് ഉള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ക്യാരറ്റ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കിയിട്ടെടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മളിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് ഷേപ്പാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. പൊട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ കുറച്ച് മാവെടുത്തിട്ട് നമുക്ക് ഇത് ഷേപ്പാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കി വെക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഓരോ സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് റെഡിയാക്കിയിട്ടെടുക്കാം. പിന്നെ എപ്പോഴും നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വേറെ നമ്മൾ എക്സ്ട്രാ മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു മുട്ടയും ബ്രെഡും മാത്രമാണ് ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേഗം ഇതേപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും കൂടി റെഡി ആക്കിയിട്ടെടുക്കാം. ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. മയോണൈസിൻ്റെ എല്ലാം ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കുറേ സമയമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.